Hello everyone. In today's class, we are going to look at the basic difference between has, have and had. ഇത് കുറച്ച് പേർക്കെങ്കിലും ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. ഹാസ്, ഹാവ്, ഹാഡ് എങ്ങനെയാണ് കറക്റ്റായിട്ട്, കാരണം ഇത് വേർബ്സ് ആണ് അല്ലേ, ഇതെങ്ങനെ ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യണമെന്നുള്ളത്. പക്ഷേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ബേസിക് ഡിഫറൻസ് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്കിത് വളരെ ഈസി ആയിട്ട് തോന്നും. നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഹാസ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഹാസ് യൂസ് ചെയ്യുന്നത്. ഇനിയും സിംഗുലർ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്താണ് സിംഗുലർ സബ്ജക്റ്റ്? വൺ പേഴ്സൺ ഓർ തിങ്, അതായത് ഒരു കാര്യത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെക്കുറിച്ചോ മാത്രമാണ് നമ്മൾ പറയുന്നതെങ്കിൽ, ഒരു കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെക്കുറിച്ചോ മാത്രമാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതെന്തായിരിക്കും? അവിടുത്തെ സബ്ജക്റ്റ് സിംഗുലർ ആയിരിക്കും അല്ലേ, സിംഗുലർ സബ്ജക്റ്റ് ആയിരിക്കും. അങ്ങനെ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർബാണ് ഹാസ്. ഓക്കെ, അപ്പോൾ ഒന്നിക്കൂടുതൽ പേഴ്സൺ അല്ലെങ്കിൽ തിങ് വരികയാണെങ്കിൽ, ഒന്നിക്കൂടുതൽ വ്യക്തിയെയോ അല്ലെങ്കിൽ വസ്തുവിനെയോ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയും. പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർബാണ് ഹാവ്. ഓക്കെ, ഇനി പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഹാസ് ആയാലും ഹാവ് ആയാലും നമ്മൾ ഏത് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്? പ്രസൻറ്റ് ടെൻസിലായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പാസ്റ്റ് ടെൻസിലെ ഒരു കാര്യം പറയാനാണെങ്കിലാണ് നമ്മൾ ഹാഡ് യൂസ് ചെയ്യുന്നത്. അവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും ശരി പ്ലൂറൽ ആണെങ്കിലും ശരി നമ്മൾ പാസ്റ്റ് ടെൻസിനെ ആയിരിക്കും അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്ന എക്സെപ്ഷണൽ കേസാണ് ഇത്. നമ്മൾ ഐ ഹാസ് എന്ന് പറയാറില്ല, ഐ ഹാവ് എന്നേ പറയാറുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കുക. ഐയുടെ കൂടെ നമ്മൾ ഹാസ് അല്ല യൂസ് ചെയ്യുന്നത്, ഹാവ് ആയിരിക്കും. ഐ ഹാവ് എന്നേ നമ്മൾ പറയാറുള്ളൂ. നമ്മൾ ഹാസും ഹാവും ഹാഡും എവിടേക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഒന്നാമതായി പൊസഷൻ അല്ലെങ്കിൽ ഓണർഷിപ്പ്, നമ്മളുടെ ഉടമസ്ഥത കാണിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവകാശമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ വേർബ്സ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ റിലേഷൻഷിപ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടും ഹാസും ഹാവും ഹാഡും യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, നമ്മൾ എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക് ആരെങ്കിലും പറ്റി പറയുമ്പോഴൊക്കെ നമ്മൾ ഹാസും ഹാവും ഹാഡും യൂസ് ചെയ്യാറുണ്ട്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വിത്ത് എക്സാമ്പിൾസ്. ഓക്കെ, ദ ഫസ്റ്റ് വൺ പൊസഷൻ അല്ലെങ്കിൽ ഓണർഷിപ്പ്. See the examples. I have a book in my bag. എൻ്റെ ബാഗിൽ ഒരു ബുക്ക് ഇരിപ്പുണ്ട് അല്ലെ, എൻ്റെ ബാഗിൽ ഒരു ബുക്ക് ഇരിപ്പുണ്ട്. സോ ഐ ഹാവ് എന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞു സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന്. അതിൻ്റെ ഒരു എക്സെപ്ഷണൽ കേസാണ് ഐ എന്ന് പറയുന്നത്. നമ്മൾ ഐയുടെ കൂടെ എപ്പോഴും എന്ത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ? ഹാവേ യൂസ് ചെയ്യാറുള്ളൂ. സോ ഇത് കണ്ടില്ല, ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു ഓണർഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യുന്നത്? ഹാസും ഹാവും ഹാഡും യൂസ് ചെയ്യുന്നത്. See the next example. She has a car. ഷീ ഹാസ് എ കാർ എന്ന് പറയുമ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? സിംഗുലർ ആണ്. ഷീ ഹാസ് എ കാർ എന്ന് പറയുമ്പം അവൾക്ക് ഒരു കാറുണ്ട്, നമ്മളൊരു ഓണർഷിപ്പ് കാണിക്കുകയാണ്. അപ്പം സിംഗുലർ സബ്ജക്റ്റ് ആയപ്പോൾ നമ്മൾ എന്താണ് അവിടെ യൂസ് ചെയ്തത്? ഹാസ് ആണ് യൂസ് ചെയ്തത്. ഷീ ഹാസ് എ കാർ. നെക്സ്റ്റ് വൺ, ദേ ഹാവ് എ ഷോപ്പ്. ഇവിടെ ദേ എന്ന് പറയുമ്പം സബ്ജക്റ്റ് എന്തായി? പ്ലൂറലായി. അപ്പോൾ ദേയുടെ കൂടെ നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. സിമിലർലി റാം ഹാസ് എ ഡോഗ്. റാം എന്ന് പറയുമ്പം സബ്ജക്റ്റ് സിംഗുലർ ആണ്, ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്തത്. ഓക്കെ, ഇനി ഇതെല്ലാം തന്നെ നമ്മൾ പാസ്റ്റ് ടെൻസിൽ പറയുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഹാഡ് യൂസ് ചെയ്യുന്നത്. ഒരു കാര്യം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹാസോ ഹാവോ ഉപയോഗിക്കും. ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഹാഡും യൂസ് ചെയ്യും. ഇതൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാനാണെങ്കിൽ നമ്മൾ ഈ ഹാസോ ഹാവോ ചേർത്തെടുത്ത് എന്ത് ചേർത്താൽ മതി? ഹാഡ് ചേർത്താൽ മതി. സി റാം ഹാസ് എ ഡോഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ അല്ലേ, ഇപ്പോൾ എന്തുണ്ട്? റാമിന് ഒരു ഡോഗ് ഉണ്ടെന്നാണ് പറയുന്നത്. ഉണ്ടായിരുന്നു എന്ന് നമ്മൾ എങ്ങനെ പറയും? റാം ഈ ഹാസ് ചേഞ്ച് ചെയ്ത് അവിടെ ഹാഡ് ആക്കിയാൽ മതി. റാം ഹാഡ് എ ഡോഗ് എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ നിങ്ങൾ മറ്റുള്ളത് ചേഞ്ച് ചെയ്യുമ്പോഴും ഹാഡ് ആക്കുമ്പോൾ പാസ്റ്റ് ടെൻസിൽ നിങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ, നമ്മൾ റിലേഷൻഷിപ്സ് സൂചിപ്പിക്കാൻ വേണ്ടിയത്. ഫസ്റ്റ് എക്സാമ്പിൾ, ദേ ഹാവ് എ സിസ്റ്റർ. ദേ വന്നപ്പോൾ സബ്ജക്റ്റ് എന്താണ് ഇവിടെ? പ്ലൂറൽ ആണ്. നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഹാവ് യൂസ് ചെയ്യുന്നു. ദേ ഹാവ് എ സിസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? അവർക്ക് ഒരു സിസ്റ്റർ ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഷീ ഹാസ് എ ബ്രദർ. അവൾക്ക് ഒരു ബ്രദർ ഉണ്ട്. സിംഗുലർ സബ്ജക്റ്റ് ആണ്, സോ നമ്മൾ ഹാസ് യൂസ് ചെയ്തു. ഇനിയും ഉണ്ടായിരുന്നു എന്ന് പറയാനാണെങ്കിലോ നമ്മൾ ഹാഡ് യൂസ് ചെയ്യണം. ഷീ ഹാഡ് എ ബ്രദർ എന്ന് പറയുമ്പോൾ അവൾക്കൊരു ബ്രദർ ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല എന്നുള്ള അർത്ഥമാണ്. സോ റിലേഷൻഷിപ്സ് കാണിക്കാനും നമ്മൾ ഹാസ് ഹാവ് ഹാഡ് യൂസ് ചെയ്യും. നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ പറയാനും ഈ വേർബ്സ് തന്നെ യൂസ് ചെയ്യാറുണ്ട്. സീ ദ ഫസ്റ്റ് എക്സാമ്പിൾ, ഷീ ഹാഡ് ലോങ് ഹെയർ. അവൾക്ക് എന്തുണ്ടായിരുന്നു? നീളത്തിലുള്ള മുടി ഉണ്ടായിരുന്നു. അപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഹാഡ് യൂസ് ചെയ്തത്. നെക്സ്റ്റ് വൺ, ദ ബേർഡ് ഹാസ് ഗ്രീൻ വിങ്സ്. ആ ബേർഡിന് എന്തുണ്ട്? ഗ്രീൻ വിങ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ, ഏതെങ്കിലും ഒരാളുടെയോ വസ്തുവിൻ്റെയോ ഒക്കെ ഫീച്ചറാണ്, ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് സൂചിപ്പിക്കാനും ഹാസും ഹാവും ഹാഡും യൂസ് ചെയ്യും.
സോ ഈ ഒരു കേസും കൂടി അറിഞ്ഞിരിക്കുക. നമ്മൾ ഈറ്റ് എന്നുള്ളതിന് പകരം ഹാവ് പറയാറുണ്ട്. സീ ദ ഫസ്റ്റ് എക്സാമ്പിൾ, ഐ എം ഈറ്റിംഗ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഐ എം ഈറ്റിംഗ് മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളതിന് പകരം അവിടെ ഈറ്റിങ്ങിന് പകരം നമുക്ക് എന്ത് ചേർക്കാം? ഹാവിങ് എന്ന് ചേർക്കാം. സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. ഐ എം ഹാവിങ് മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെയാണ്. അപ്പോൾ ഇനി പാസ്റ്റ് ടെൻസിൽ പറയുകയാണെങ്കിലോ നമ്മൾ ഹാഡ് ചേർക്കും. വേറൊരു എക്സാമ്പിൾ നോക്കൂ, ഐ ഹാഡ് ന്യൂഡിൽസ് ഫോർ മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ എന്താണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത്? നൂഡിൽസ്. അപ്പോൾ അവിടെ എയ്റ്റ് എന്ന് പറയുന്നതിന് പകരം ഹാഡ് വന്നാലും മീനിങ്ങിൽ ചേഞ്ചസ് ഒന്നുമില്ല. സോ ഇത്ര ഈസി ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് ഹാസ്, ഹാവ്, ഹാഡ്. ഹാസ് എന്ന് പറയുന്നത് നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ, ഹാവ് എന്താണ് നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ പ്രസൻറ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന വേർബാണ്. ഒരു എക്സെപ്ഷണൽ കേസ് വരുന്നത് ഐ ഹാവ് എന്ന് പറയുന്നിടത്താണ്. ഇനിയും ഹാഡോ നമ്മൾ പാസ്റ്റ് ടെൻസിലുള്ള കാര്യങ്ങൾ പറയാനാണ് ഹാഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫോർ മോർ ടിപ്സ് ഫോളോ ടിജൂസ് അക്കാഡമി. ഉറപ്പാണ് വിജയം.